വിഴിഞ്ഞം വിഷയത്തിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണമാണ് CPM ഉയർത്തുന്നത്. ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്നും നീക്കിയത് അദാനിക്ക് വേണ്ടിയെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ദിവ്യ എസ് അയ്യരെ പലതവണ മാറ്റാൻ അദാനി അധികൃതർ ശ്രമിച്ചിരുന്നു. കരാർ വ്യവസ്ഥയിൽ അദാനി അധികൃതർ മാറ്റത്തിന് ശ്രമിച്ചപ്പോൾ ജാഗ്രതയോടെ ഇടപെട്ട ഉദ്യോഗസ്ഥയായിരുന്നു ദിവ്യ എസ് അയ്യരെന്നും KK രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഈ സർക്കാർ മാറിയതോടുകൂടി ആദ്യത്തെ സ്ഥാനം മാറിയത് ദിവ്യയുടേതായിരുന്നു. ദിവ്യയെ പോർട്ടിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയത് അദാനിയുടെ താല്പര്യപ്രകാരമാണ് എന്നാണോ KK രാഗേഷ് പറഞ്ഞു വയ്ക്കുന്നത്? അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ജൂൺ 8-ാം തീയതിയാണ് ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം പോർട്ടിന്റെ MD സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത്. 2023 ഒക്ടോബർ മാസത്തിലാണ് ദിവ്യ എസ് അയ്യരെ അന്നത്തെ ഇടത് സർക്കാർ വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയി നിയമിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതര ആരോപണമാണ് ഇപ്പോൾ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷ് ഉയർത്തിയിരിക്കുന്നത്. കാരണം ഇടതു സർക്കാർ അധികാരത്തിലുള്ള ഘട്ടത്തിൽ തന്നെ അദാനി അധികൃതർ ദിവ്യ എസ് അയ്യരെ MD സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് അതിൽ ഏറ്റവും പ്രധാനമായത്. പോർട്ടിന്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള നിലപാടാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത് എന്നാണ് KK രാഗേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ പുതിയ UDF സർക്കാർ അധികാരമേൽക്കുന്നു. അതിന് തൊട്ടുമുൻപായി VD സതീശൻ മംഗലാപുരത്ത് ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു. അത് പിന്നീട് പരസ്യമാവുന്നു. എന്നാൽ അധികാരത്തിൽ വന്ന് എല്ലാ IAS ഉദ്യോഗസ്ഥരെയും മാറ്റുന്നുവെന്ന തരത്തിൽ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യരെ ഉൾപ്പെടെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതിൽ കൃത്യമായ രീതിയിലുള്ള ദുരൂഹതയുണ്ട് എന്നാണ് പറയുന്നത്. പകരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയുള്ള അത്രയും പ്രവൃത്തി പരിചയമില്ലാത്ത കേരളത്തിൻ്റെ ഒരു ഭാവി പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞത്ത് അത്രയേറെ ശ്രദ്ധ നൽകേണ്ടുന്ന ഒരു പദ്ധതിയുടെ MD ആയി കൊണ്ടുവരുന്നത് വലിയ പ്രവൃത്തി പരിചയമില്ലാത്ത, പ്രവൃത്തി പരിജ്ഞാനമില്ലാത്ത ഒരാളെയാണ് എന്നുള്ള ആരോപണം കൂടി KK രാഗേഷ് ഉയർത്തുന്നുണ്ട്. എന്തായാലും വലിയ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉയർത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഉൾപ്പെടെ കണ്ണൂരിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഡോക്ടർ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ചുരുക്കത്തിൽ ഇത് ആരും അങ്ങോട്ടത്ര കാര്യമായി വിശ്വസിച്ചിട്ടില്ല. ഇത് സർക്കാർ അറിയാതെയാണ് എന്നുള്ള ഒരു മുഖ്യമന്ത്രിയുടെ നെറേറ്റീവിനെതിരെയുള്ള വിമർശനങ്ങളാണ് ചേംബർ ഓഫ് കൊമേഴ്സ് അടക്കം അത്തരത്തിൽ ഒരു അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി അറിയാതെയാണ് എന്ന് ചേംബർ ഓഫ് കൊമേഴ്സും കരുതുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ടാഗ് ലൈൻ വരെ കൃത്യമായി കഴിഞ്ഞിരിക്കുന്നു. അവർ ഇത് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ടാഗ് ലൈൻ? കേരളം വിൽപ്പനയ്ക്ക് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ വകുപ്പുകളെല്ലാം VD സതീശൻ സ്വന്തമാക്കിയത് ചില താല്പര്യങ്ങളോടുകൂടിയായിരുന്നു. വെൽ പ്ലാൻഡ് ആയിരുന്നു ഓപ്പറേഷൻ എന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രിയായ VD സതീശൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തുറമുഖത്തെക്കുറിച്ച് എഴുതുന്നു. തുറമുഖത്തെക്കുറിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടയാളും VD സതീശനാണ്. നിയമപ്രശ്നമുണ്ടായാൽ ആ നിയമക്കുരുക്കിന് അഡ്രസ്സ് ചെയ്യേണ്ടയാളും VD സതീശനാണ്. അങ്ങനെ എല്ലാ വകുപ്പുകളും ഒരേപോലെ കൈക്കലാക്കി തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാക്കിയതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട് എന്നുള്ളതാണ് CPMന്റെ വേർഷൻ. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്.